നിങ്ങളിൽ എത്ര പേർ റോബിൻ ശർമ്മയുടെ ദ 5 AM ക്ലബ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഈ പുസ്തകം നമ്മളെ മാറ്റിമറിക്കുന്ന 5 ശക്തമായ ശീലങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. വേഗതയേറിയതും ശബ്ദഭരിതവും സമ്മർദ്ദപൂർണവുമായ ഇന്നത്തെ ജീവിതത്തിൽ ഈ 5 ശീലങ്ങൾ നമ്മൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 5 ശീലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മടിക്കും. ഒന്നാമത്തെ ശീലമായിട്ട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് ലോകം ഉണരുന്നതിന് മുമ്പ് തന്നെ നമ്മെ മുന്നിലെത്തിക്കും. ഈ നിശബ്ദ സമയം ശ്രദ്ധയും നിയന്ത്രണവും നേടാൻ നമ്മളെ സഹായിക്കും. ഉറക്കം നഷ്ടപ്പെടുന്നതിലല്ല, സമയം സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ ശീലമായിട്ട് ഈ ബുക്കിൽ പറയുന്നത് 20-20-20 എന്ന ഫോർമുല ഉപയോഗിക്കുക. ആദ്യത്തെ 1 മണിക്കൂർ 3 20 മിനിറ്റ് ബ്ലോക്കുകളായി വിഭജിക്കുക. ആ ആദ്യത്തെ 20 മിനിറ്റിൽ ചലനത്തിന് പ്രാധാന്യം കൊടുക്കുക, വ്യായാമം ചെയ്ത് ശരീരത്തെ ഉണർത്തുക. രണ്ടാമത്തെ 20 മിനിറ്റ് ധ്യാനത്തിനായി ഉപയോഗിക്കുക. ജേർണലിംഗ്, ധ്യാനം, നന്ദി പ്രകടനം എന്നിവയിലൂടെ ആ രണ്ടാമത്തെ 20 മിനിറ്റ് ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ 20 മിനിറ്റ് പഠനത്തിന് അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ അറിവുകൾ നേടുക എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ആ മൂന്നാമത്തെ 20 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഈ 20 മിനിറ്റ് ബ്ലോക്കുകളിലൂടെ നമ്മുടെ ശരീരാരോഗ്യം, മാനസിക ശക്തി, ബൗദ്ധിക വളർച്ച എന്നിവയെല്ലാം സമതുലിതമായി വികസിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് സഹായകരമാകും. മൂന്നാമത്തെ ശീലമായി ബുക്ക് പറയുന്നത് ഏകാന്തതയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ സമയം ശാന്തതയുടെ അഭയാരാമമാണ്. സോഷ്യൽ മീഡിയയുടെയും ദിനചര്യകളുടെയും ശബ്ദങ്ങളിൽ നിന്ന് അകലെയായി മാറിയിരിക്കുവാനായിട്ട് ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാം. ആത്മാവുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ സൃഷ്ടിപരമായ ചിന്തകളും മനസ്സിന് വേണ്ട വ്യക്തതയും ഈ ഏകാന്തതയിലൂടെ നേടിയെടുക്കുന്നതിന് നമുക്ക് സഹായകമായി മാറും. നാലാമത്തെ ശീലമായിട്ട് പറയാൻ ഈ ബുക്കിൽ പറയുന്നത് വ്യക്തിപരമായ മികവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ സമയം നമ്മളുടെ കഴിവുകളിലും ഇൻട്രസ്റ്റുകളിലും പ്രവർത്തിക്കുവാനായിട്ട് വിനിയോഗിക്കുക. സ്ഥിരമായ പ്രാക്ടീസ് കാലക്രമേണ മികവുകളിലേക്ക് നയിക്കുന്നു. മികവ് കഴിവിൽ മാത്രമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു വസ്തുതയായിട്ട് ആണ് സയൻറ്റിഫിക് റിസർച്ചുകൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ മികവ് പ്രാക്ടീസിലൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അഞ്ചാമത്തെ ശീലമായിട്ട് ഈ ബുക്കിൽ പറയുന്നത് നമ്മളുടെ രാവിലത്തെ റുട്ടീനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ സമയം ഇമെയിൽ, സോഷ്യൽ മീഡിയ എന്നിവയിൽ ചെലവഴിക്കാതിരിക്കുക. ഈ സമയം വളർച്ചയ്ക്കും പുനർജീവനത്തിനും വേണ്ടി മാത്രം സമർപ്പിക്കുക. മോർണിംഗ് റുട്ടീൻ സംരക്ഷിക്കുന്നത് നമ്മളുടെ ഊർജവും മുൻഗണനകളും സംരക്ഷിക്കുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. സമാപനമായി 5 AM ക്ലബ് വെറും രാവിലെയുള്ള എഴുന്നേക്കൽ മാത്രമല്ല, അത് നമ്മളുടെ രാവിലെകളെ സ്വന്തമാക്കി ജീവിതത്തെ ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ മുതൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാനായി ശ്രമിക്കാം. 20-20-20 എന്ന ഫോർമുല പിന്തുടരുവാനായിട്ട് ശ്രമിക്കാം. ഏകാന്തതയെ സ്വീകരിക്കാം. നമ്മുടെ മികവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. മോർണിംഗ് റുട്ടീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഈ ശീലങ്ങൾ ദിനംപ്രതി പ്രാവർത്തികമാക്കിയ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഉയർന്ന് സൃഷ്ടിപരമായ ചിന്തകൾ തുറന്ന് വ്യക്തതയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് സഹായകരമായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായി ഇത് ഷെയർ ചെയ്യുവാനായിട്ട് മടിക്കരുത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ബുദ്ധിമുട്ട് വിചാരിക്കാതിരിക്കുക. ഇതുവരെ എന്നോടൊപ്പം തുടർന്നതിന് നന്ദി. താങ്ക് യു.